ഹായ് ഫ്രണ്ട്സ്, അജിതി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിന്ത്യ പ്രസാദിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് തന്നെ തോന്നി വീണ്ടും അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. ഒരു കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കോളേജിലത്തെ വിശേഷങ്ങൾ ബാക്കിയുള്ള എൻ്റെ ലൈഫും പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കോളേജ് ലൈഫിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ അത്ര സുഖകരമല്ലാത്തൊരു ലൈഫാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോളേജ് ലൈഫ് കേരളവർമ്മയിലാണ് കേട്ടോ ഞാൻ പഠിച്ചിരുന്നത്. പ്രീ ഡിഗ്രിയും ഞാൻ കേരളവർമ്മ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ കേരളവർമ്മ കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കേരളവർമ്മ കോളേജിലത്തെ വിശേഷങ്ങൾ ആദ്യം പറയാം. ഒരു മഴയുള്ള ദിവസം എന്നെ അമ്മ കൊണ്ടുവന്ന് വിട്ടു കേരളവർമ്മ കോളേജില്. ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, ആ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു. അച്ഛമ്മ മരിക്കാറായിട്ട് കിടക്കായിരുന്നു. വീട്ടിൽ നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പം മരിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇരിക്കുകയാണ്, കിടക്കാണ്. അപ്പോൾ അത് കാരണം അച്ഛമ്മയുടെ മക്കള് ഒരു 10 മക്കളുണ്ട് അച്ഛമ്മയ്ക്ക്. അതുപോലെ തന്നെ അവരുടെ മക്കളൊക്കെ നിറച്ച് വലിയൊരു ആൾക്കൂട്ടത്തിനുള്ളിൽ നിന്നാണ് ഞാൻ വരുന്നത് കേരളവർമ്മ കോളേജിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്കായി. അങ്ങനെ ക്ലാസ് തുടങ്ങി. ഞാൻ ജി ബാച്ചിലാണ് കേട്ടോ കേരളവർമ്മ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. പ്രീ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത് കേരളവർമ്മ കോളേജിലെ ജി ബാച്ചിലായിരുന്നു. അങ്ങനെ അവിടെ എൻ്റെ മല്ലിക മിസ്, പിന്നെ വിനോദ് സാറ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നെ പഠിപ്പിക്കാൻ. എനിക്ക് സത്യം പറയാലോ, എനിക്ക് അങ്ങനെ ടീച്ചേഴ്സിന്റെ പേരുകളും ഞാൻ ശരിക്കും വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. മിക്കവാറും ദിവസങ്ങൾ സ്ട്രൈക്ക് ആയിരുന്നു. അപ്പോ എപ്പോഴും സ്ട്രൈക്ക്, എപ്പോഴും അടി, എപ്പോഴും ഇടി എന്നൊക്കെ പറയുന്ന പോലെയാണ് കേരളവർമ്മ കോളേജിൽ അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ രാഷ്ട്രീയമൊക്കെ ഉള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ചെറിയ ചെറിയ റാഗിങ്ങൾ, രസമൊക്കെ അല്ലേ അത്, റാഗിങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ പിള്ളേരെ പ്രേമിക്കാൻ ഒരു കൂട്ടാൾക്കാർ നടക്കുന്നു. പിന്നെ കുറെ ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് നടക്കുന്നു. കുറെ ആൾക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് പഠിക്കുന്നതിൽ കൂടിയിട്ടുള്ള ഒരു കോളേജാണ്. പ്രേമവും രാഷ്ട്രീയവും പിന്നെ പിണക്കങ്ങളും ഇണക്കങ്ങളും സൗഹൃദങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ഒരു കോളേജാണ് കേരളവർമ്മ കോളേജ്. അത്യുഗ്രം കോളേജാണ് കേട്ടോ. വലിയ ക്യാമ്പസും ഒരുപാട് സ്പോർട്സിന് പറ്റിയ ഒരുപാട് മേഖലകളൊക്കെയുള്ള ഒരുപാട് എല്ലാം കൊണ്ടും സമ്പന്നമാണ് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂര്. അപ്പൊ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് വന്നത് സുജ പരമേലാണ്. സുജയാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട്. അങ്ങനെ സുജയുടെ ഒപ്പമായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സുജയ്ക്കും സുജയും ഞാനും എങ്ങനെയാണെന്ന് വെച്ചാല് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഒരുപാട് അടുപ്പം ഉണ്ടാവാനായിട്ട് മെയിൻ കാരണം എന്താന്ന് വെച്ചാല് സുജയുടെ അമ്മയുടെ വീടും എൻ്റെ അമ്മയുടെ വീടും ഒരിടത്താണ്. അതേപോലെ തന്നെ സുജയുടെ അച്ഛനും ബറോച്ചിലായിരുന്നു, എൻ്റെ അച്ഛനും ബറോച്ചിൽ അഹമ്മദാബാദിലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അമ്മമ്മ അവിടെയാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മയൊക്കെ അവിടെയാണ് ജനിച്ചത്. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയൊരു ബന്ധത്തിലാണ് കേട്ടോ നമ്മള് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സുജയ്ക്ക് എപ്പോഴും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് സുജയുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അങ്ങനെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് സുജ പാരമേൽ എന്ന് പറയുന്നത്. പിന്നെ സുവർണ, സുജി, എന്താ പറയാ, അതൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ പേരാണ്. സുജി, ജീൻസി, വിദ്യ, സിന്ധു, ലോലിത, അങ്ങനെ 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 ഞങ്ങളൊരു 9 പേര് ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ ക്ലാസ്സിൽ നിന്നൊക്കെ പിന്നെ ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ച് തന്നെ ആ കോളേജിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു കാർണിവൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കാർണിവലൊക്കെ കാണാനൊക്കെ ആയിട്ട് പോകും. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇൻസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അന്ന് പൈസക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ട്യൂഷൻ ആ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ എനിക്ക് ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോ ആ സമയത്ത് അപ്പൊ എൻ്റെ കയ്യിൽ 10 പൈസയില്ല എന്നുവെച്ചാൽ ഓട്ടോ ഫീസ് അല്ലെങ്കിൽ ബസ് ഫെയർ അത് മാത്രമല്ല, അത് വേറെ എക്സ്ട്രാ പൈസയൊന്നും വീട്ടിൽ നിന്ന് തരാനും ഇല്ല, അവിടെ ഇല്ല, നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഗ്രൂപ്പ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എല്ലാവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അപ്പൊ നമ്മൾ മിങ്കിൾ ചെയ്തിട്ടൊക്കെ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു, മിങ്കിൾ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് എന്താ കാർണിവൽ വന്നപ്പോ എൻ്റെ ഒരു ഫ്രണ്ട്, വേറൊരു ക്ലാസ്സിലെ ഫ്രണ്ടും ഒക്കെ ആയിട്ട് ഞാൻ കൂട്ടായി. അപ്പൊ അവള് അവരുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് അവര് ഐസ്ക്രീം മേടിക്കും. അന്ന് 5 രൂപയുള്ളൂ ഐസ്ക്രീമിന്റെ പാക്കറ്റ്, 5 രൂപയുള്ളൂ കേട്ടോ. ഐസ്ക്രീമിന്റെ ഒരു കുഞ്ഞു കപ്പ് കിട്ടുമല്ലോ, അതിന് 5 രൂപയുള്ളൂ. അങ്ങനെ 5 രൂപയുടെ ഒരു ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു. എനിക്ക് മാത്രം 5 രൂപയില്ല, ഞാൻ വാങ്ങിച്ചൂല. അന്ന് എന്നോട് ഷെയർ ചെയ്യണമെന്നോ എന്നോട് വേണമെന്നോ അവരാരും ചോദിച്ചില്ല. അപ്പൊ എന്റെ കുഞ്ഞു മനസ്സാണ്, അറിയാലോ 15 വയസ്സുള്ള നമ്മുടെ മനസ്സ് എത്രമാത്രം അത് ആഗ്രഹിക്കുമല്ലോ, ആർക്കായാലും ആഗ്രഹിക്കും. അപ്പൊ എന്റെ മനസ്സിൽ അന്ന് ഞാനൊരു പ്രതിജ്ഞ എടുക്കാൻ, എനിക്ക് അടുത്ത വർഷം കാർണിവലിൽ വരുമ്പോ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ വേണം, എനിക്ക് എന്തെങ്കിലും മേടിക്കാം. അപ്പൊ അവര് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അത് കാർണിവൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പൊ അത് ഭയങ്കര വിഷമായി. അപ്പൊ അതിങ്ങനെ കണ്ടപ്പോ അവര് എന്നോട് ചോദിക്കൂ, എനിക്ക് ഭയങ്കര കൊതിയും കഴിക്കാൻ, ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര കൊതിയത്. നെക്സ്റ്റ് അപ്പൊ അത് ഫസ്റ്റ് ഇയർ അങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ കഴിഞ്ഞു പോകുന്നത്. ആ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ സുജയ്ക്കായിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഫ്രണ്ട്ഷിപ്പ് വരുന്നത്. പക്ഷേ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഞാനുണ്ടല്ലോ നന്നായിട്ട് ട്യൂഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ വീട്ടിലെ എനിക്കൊരു ഏണിങ്സിന് വേണ്ടി ഞാൻ ട്യൂഷൻ സ്റ്റാർട്ട്, എൻ്റെ ഫസ്റ്റ് കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അന്ന് 30 രൂപ, 40 രൂപ, 25 രൂപ. അതായത് ക്ലാസ് ഒക്കെ വരുമ്പോ, എക്സാം ഒക്കെ വരുന്ന സമയത്ത് 15 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ബാക്കി ഡിസംബറിലും ഓഗസ്റ്റിലൊക്കെ 15 ദിവസം ട്യൂഷൻ ഉണ്ടാവുള്ളൂ. ആ ഫീസ് കിട്ടില്ല കേട്ടോ. പറ്റിക്കാൻ മിടുക്കരാണ് നാട്ടുകാരായാലും, അന്ന് ഇന്നൊന്നും പറഞ്ഞോണം. അപ്പോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എനിക്ക് പൈസക്ക് ഭയങ്കര അത്യാവശ്യമല്ല. അപ്പൊ അങ്ങനെ 250 രൂപ, ആദ്യം 30 രൂപ, 25 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 250 രൂപ. കുറെ കുട്ടികളുടെ കൂടി പൈസ എനിക്ക് 250 രൂപയായി എനിക്ക് എൻ്റെ ഫീസ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ ആ ഒരു ഫീസൊക്കെ. അങ്ങനെ കാർണിവൽ പിന്നത്തെ വർഷം ഉണ്ടായില്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള മസാല ദോശ കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ മേടിക്കാൻ എനിക്ക് ആ പൈസ ഉതകുമായിരുന്നു. പിന്നെ അതുപോലെ അച്ഛൻ തരുന്ന ബസ് ഫെയർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഓട്ടോ ഫീസൊക്കെ, അതൊക്കെ ഞാൻ സ്വരൂപിച്ച് വെച്ച് നല്ല കമ്മല് മേടിക്കും, നല്ല നല്ല വളകൾ കണ്ട മേടിക്കും, ചെരുപ്പ് മേടിക്കും. ചെരുപ്പിന് ഞാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ നിന്ന് ഓട്ടോ ഫീസ് കിട്ടുന്ന സമയത്ത് അതെല്ലാം സ്വരൂപിച്ച് വെച്ച് ഞാൻ എന്താ പറയാ, ഇവിടേക്ക് പോകും. 5 രൂപ ഒരുമിച്ച് ഒരു 25 രൂപയ്ക്ക് ചെരുപ്പൊക്കെ കിട്ടുമായിരുന്നു. അന്ന് ആ ചെരുപ്പൊക്കെ മേടിച്ചിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. കഷ്ടപ്പാടുകൾ, അന്ന് ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ നമുക്ക് പറമ്പും സ്ഥലവും ഇതൊക്കെ ഉണ്ട്, വീടും ഇതൊക്കെ ഉണ്ട്. പക്ഷെ പൈസക്ക് ടൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ അതൊക്കെ എന്താ പറയാ, ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു നമ്മുടെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഈ വീട്ടിൽ നിന്ന് പൊളിറ്റിക്സ് എടുക്കാമെന്ന് പറഞ്ഞു പോയ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ ഡിഗ്രിക്ക് ഫിലോസഫി ചേർന്നു കേട്ടോ. മല്ലിക മിസ്സിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഫിലോസഫിക്ക് ചേർന്നത്. മല്ലിക മിസ്സിന് അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് സൂജയും കുറേ കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ എത്തി. ആരൊക്കെയാണെന്ന്? സൂജ, ഞാൻ, പ്രിയ, ജെയിൻസി, ഭവിത, സുജി, വീണ, സ്വപ്ന, രേഖ, രജിത, അങ്ങനെയൊക്കെ പറഞ്ഞു, ഹാസ്ലിൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൺകുട്ടികളിൽ സെന്തില്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളൊരു 31 പേര് ക്ലാസ്സിലുണ്ടായിരുന്നേ. 31 തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഒരുമിച്ചുണ്ടായിരുന്ന അതേ കേരളോന്മയിൽ പഠിച്ച അതേ കുട്ടികൾ തന്നെ ഒരുമിച്ച് ഫിലോസഫിയില് കുറച്ചു പേര് ഇവിടേക്കൊക്കെ പോയി, പൊളിറ്റിക്സിനൊക്കെ പോയി, ചിലർ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി, ചിലർ മലയാളം പഠിക്കാൻ പോയി. ഞങ്ങൾ ഫിലോസഫിക്കാരായിട്ട് ഇരുന്നുട്ടോ. അപ്പൊ കുഞ്ഞമ്മ മിസ് സൈക്കോളജി, പിന്നെ ഇന്ദിര മിസ്, എന്തേട്ടാ, കുഞ്ഞമ്മ മിസ്, മല്ലിക മിസ്, ഇന്ദിര മിസ്, അങ്ങനെ നമ്മളുടെ മിസ്സുമാര് ഞങ്ങൾക്ക് വേണ്ടി അഘോരാത്രം പണിയെടുത്തു എന്ന് തന്നെ പറയാം. നല്ല
സ്നേഹമായിരുന്നു. ഞങ്ങൾക്ക് മിസ്സുമാരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി അങ്ങനെ അതിവിപുലമായ രീതിയിൽ ഞാനും സുജിയും, പ്രിയ ആണെങ്കിൽ എപ്പോഴും രാഷ്ട്രീയത്തിലൊക്കെയാണ് ആളും. അപ്പൊ അവളൊരു SFI കാരിയാണ്. അപ്പൊ അവള് രാഷ്ട്രീയത്തിൽ, സുജിയാണ്, ഞാൻ BJP കാരിയാണ്, ABVP. അപ്പൊ അവിടേക്ക് പോയി. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആരും തമ്മിൽ പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. സുജയും ഒരു സെറ്റായിട്ട് ഇങ്ങനെയായിരിക്കും. സുജ തിരിയുമ്പോൾ ഞാനും തിരിയും. സുജയ്ക്ക് എൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. വെച്ചാൽ അവൾ ഒറ്റയ്ക്കാണ്, അവൾക്ക് വേറെ ആരുമില്ല. എനിക്ക് വേറെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഞാൻ ആരോടും ചിരിക്കണം, ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോ വീണ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വീണയാണ് എന്റെ ഫ്രണ്ട് ആയിരുന്നില്ല. കണ്ടാ ചിരിക്കും, മിണ്ടും എന്നല്ലാതെ ഒരു അറ്റാച്ച്മെന്റ് ഒന്നുമില്ലാത്ത ഞങ്ങൾ വേറെ സർക്കുലറിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോരോ ഗ്രൂപ്പുകളിലാണ് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ സംസാരിക്കും. അപ്പൊ ഏറ്റവും എന്ന് വെച്ചാൽ നല്ല ഡ്രസ്സ് ഇട്ട് വരുന്നവരെ വായിൽ നോക്കിയിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു സ്വഭാവമായിരുന്നു. പെൺകുട്ടികള് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ, ചുരിദാറുകൾ, കാരണം എനിക്ക് അതുണ്ടായിരുന്നില്ല. അപ്പോ നല്ല ഡ്രസ്സും ചുരിദാറും ഇതൊക്കെ കാണുമ്പോൾ കൊതിയാണ് എനിക്ക്. അതിലാണ് വീണേനെ നോക്കിക്കൊണ്ടിരിക്കുക. വീണയ്ക്കാണെങ്കിൽ ഇത്ര മുടിയുണ്ട്, നന്നായി പിഞ്ഞൊക്കെ ഇട്ട് സ്റ്റൈലൊക്കെ ഇട്ട് മുടി ഇങ്ങനെ ആട്ടി ഇത്ര ഹീലൊക്കെ ഇട്ടിട്ട് ഭയങ്കര സുന്ദരിയായിരുന്നു വീണ. അപ്പൊ വീണയുടെ ചുരിദാറൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അതാണ് എനിക്ക് വീണ ഭയങ്കര സെലക്റ്റീവ് ആണ്. നന്നായിട്ട് ഡ്രസ് ചെയ്യും, ഭയങ്കര കാണാനും ഒക്കെ നല്ല സുന്ദരിയായിരുന്നു വീണ. അപ്പൊ വീണയുടെ ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ലോറി പോവാണ്. അങ്ങനെ ക്ലാസ് അങ്ങ് കഴിഞ്ഞു കേട്ടോ. എന്താ പറയാ, ഫിലോസഫി ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ അങ്ങനെ ഫോണും കാര്യങ്ങളും വല്ലപ്പോഴും വിളിക്കുക. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. പ്രിയ കല്യാണം കഴിച്ചു, എല്ലാവരും കല്യാണം കഴിച്ചു പോയി. അങ്ങനെ ഡിഗ്രി അങ്ങ് കഴിഞ്ഞു. അത്ര സന്തോഷകരവുമല്ല, ദുഃഖവും ഇല്ല. അങ്ങനത്തെ ഒരു അത്ര സുഖമല്ല, എൻ്റെ മനസ്സും ഒന്നും സുഖമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരും കല്യാണം കഴിച്ചു. എല്ലാവരും ആരും തമ്മിൽ പിന്നെ ഒരു കുറേ വർഷങ്ങൾ ആരും തമ്മിൽ കോണ്ടാക്ട്സ് ഇല്ല. എപ്പോഴെങ്കിലും ഞാൻ വിളിക്കും സുജേനെ കിടക്ക്. അപ്പൊ എനിക്ക് തോന്നും ഞാൻ വിളിക്കുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരവരുടെ ഫാമിലിയും സെറ്റപ്പും ഒക്കെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു പണിയും തൊഴിലില്ലാത്ത ഞാൻ, അതായത് ആരുമില്ല, അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്, പണിയും തൊഴിൽ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ആരും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ മരിച്ചു. അങ്ങനെ അച്ഛൻ മരിക്കുന്നതിന് മുൻപും സമാധാന സ്വസ്ഥതയുള്ളല്ലോ വീടുകളിൽ, എൻ്റെ വീട്ടിൽ. അപ്പൊ ഞാൻ ഇവരെയൊക്കെ എനിക്ക് ഇവരെ കുറച്ചു നേരം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ആരെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എൻ്റെ അടുത്ത് മിണ്ടിയിരുന്ന, എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ആരുമില്ല, എല്ലാവരും ചൈൽഡിഷ് ക്യാരക്ടേഴ്സ് ആണ്. എല്ലാവരും ചൈൽഡിഷ് ക്യാരക്ടറിന് ഉടമകളാണ്. അപ്പൊ അതുകൊണ്ട് ആരും എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ ലൈഫ് ഞാനങ്ങ് വിട്ട് വേറൊരു, എന്താ പറയാ, ആരും ഇല്ലാത്ത ഒരു ലോകം എന്ന് പറയുന്ന ആ ലോകത്ത് ഞാൻ തന്നെ കേന്ദ്രീകരിച്ച്, ഞാൻ തന്നെ ചിത്രീകരിച്ച്, ഞാൻ തന്നെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ ഒരു രൂപത്തിലായി. ആ ഒരു സമയം വരെ ആരുമില്ല, പഠിച്ചവരാരും കാണാറില്ല, ആരോടും ഈ ആരുമില്ല എൻ്റെ ലൈഫില്. അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് ഞാൻ പിന്നീട് എത്തിച്ചേർന്നു. അപ്പോ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഞാൻ തനിച്ചായ ലോകത്തിലേക്ക്, തനിച്ചായ ജീവിതത്തിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് ഒരു ആഗ്രഹം എനിക്ക്. അതൊക്കെ ഒന്ന് പറയണം. എല്ലാവരും എനിക്കൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇതിവിടെ കിടക്കട്ടെ. അജിന്തി പ്രസാദ് ഫാമിലിയുള്ള സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. വിഷയങ്ങൾ ഒത്തിരി പറഞ്ഞു നിന്നെങ്കിലും നമ്മളുടെ സുവോളജിക്കൽ പാർക്കാണ് കേട്ടോ ഇത്. ഇപ്പം ഞങ്ങളൊന്നും ഉള്ളിലേക്ക് ഇപ്പോൾ കയറുന്നില്ല, അധികം മൃഗങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നൊക്കെയാണ് വിശേഷങ്ങളിൽ പറയപ്പെടുന്നത്. അപ്പോൾ മറ്റുള്ളവരൊക്കെ കേട്ടവരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ കയറുന്നില്ല. കുറച്ച് കഴിയട്ടെ, എന്തുമായാലും കുറച്ചൊക്കെ സമാധാനത്തിൽ കാണുന്നതും കേൾക്കുന്നതാണല്ലോ നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, ഒരു സ്വകാര്യമായ ഒരു ഇടത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിച്ചതാണ്. ഇതാണ് വലിയ റോഡ്, ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. അപ്പോൾ നായും ഇതൊക്കെ ഉണ്ട്. വണ്ടികൾ കുറേ ഇഷ്ടംപോലെ പാഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ വണ്ടികൾ ഇതൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊന്ന് മുകളിലോട്ടൊന്ന് പോയാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക്
രസമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം വരട്ടെ, കാശ് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കും വേണ്ടേ. അപ്പോൾ ചേട്ടൻ വണ്ടി തിരിച്ചിട്ട് വരുമോ? ചേട്ടൻ വണ്ടി തിരിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് കാശ് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാതും വേണം. എന്നിട്ട് നമ്മൾക്ക് ഈ പൈസക്ക് പോവല്ലേ നല്ലത്. പിന്നെ എന്താ ഈ പണിയെന്നൊക്കെ അന്വേഷിക്കാൻ മാത്രം നമ്മൾ എൻജിനീയേഴ്സൊന്നും അല്ലല്ലോ. അപ്പോൾ അതങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അജിൻ്റെ ഫാമിലി സൈനിങ് ഓഫ് പറഞ്ഞിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പോണടോ, എന്തൊക്കെ വിശേഷങ്ങളാണ് അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ പണികളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിൻ്റെയൊക്കെ മുരൾച്ചയൊക്കെ കേൾക്കാനുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് പോയാലോ, വേഗം പോവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ശരി നമുക്ക് പോവാം എന്നാ വിചാരിച്ചു. നമ്മൾ വേറെ ഓരോ വിശേഷങ്ങളിലേക്ക് പോവാണ്. ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു പാൽഗോവയും പിന്നെ എന്നിട്ട് സാധനമായിട്ടാ ഇഞ്ചി മിഠായി എന്ന് പറയാറില്ലേ, ആ മിഠായി കൂടി വാങ്ങിച്ചതാണേ. ഇതാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് എടുക്കണ്ട, ഇത് നമ്മൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് തവണയൊന്നുമില്ല, 1-2 പ്രാവശ്യമൊക്കെ റീൽസൊക്കെ ആയിട്ട് ഇവിടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ള പോലെ എനിക്കൊരു ഫീൽ ചെയ്തു, ഓർമ്മ വന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തത്. അപ്പം ഇനി നമുക്ക് കാണാം, വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്കങ്ങ് വിട്ടല്ലോ. ഓക്കെ, ബൈ.